ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭദിനം നേരുന്നു. നമുക്കിന്ന് ഗജേന്ദ്രമോക്ഷം എന്ന 26-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം നോക്കാം. കഴിഞ്ഞ 8-ാമത്തെ ശ്ലോകത്തിൽ ഗജേന്ദ്രൻ്റെ മുമ്പിൽ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി എഴുന്നള്ളി അങ്ങ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായിട്ടാണ് പറഞ്ഞത്. ഗജേന്ദ്രൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് മറ്റ് ബ്രഹ്മാദി ദേവന്മാർ ഗജേന്ദ്രൻ സ്തുതിച്ചപ്പോൾ ഇത് തങ്ങളെയല്ല, തങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് പുറപ്പെടാതിരുന്നപ്പോൾ ഭഗവാൻ ഭക്തന്മാരിൽ വഴിഞ്ഞൊഴുകുന്ന ആ കാരുണ്യത്തോടുകൂടി ഭൂരികാരുണ്യ വേഗാത് ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ആ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച തൃക്കൈകളോടുകൂടി ആ കൗസ്തുഭം അതുപോലെ തന്നെ വനമാലയെല്ലാം അണിഞ്ഞ് ആ മനോഹരമായ രൂപത്തിൽ ഗജേന്ദ്രൻ്റെ മുമ്പിൽ അങ്ങനെ അവതരിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യുന്നതെന്നാണ് 9-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യദാരീഹി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വൽസ്വാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. ത്വം തം ഹസ്തീന്ദ്രം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ നക്രവര്യം വ്യദാരിഹി അസ്മിൻ ഗന്ധർവേ മുക്തശാപേ സഹ ഹസ്തി ത്വൽ സാരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മ. ത്വം തം ഹസ്തീന്ദ്രം, ത്വം അവിടുന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ, തം ഹസ്തീന്ദ്രം ആ ഗജേന്ദ്രനെ, ആ ആനയെ തൃക്കൈ കൊണ്ടിങ്ങനെ പിടിവിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ മുതലയും ആനയും കൂടെ? അപ്പോൾ ഭഗവാൻ തൻ്റെ തൃക്കൈ കൊണ്ട് ആനയെ പിടിച്ച് മുകളിലേക്ക് വലിക്കുകയാണ്. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ, ആ താമരപ്പൂക്കൾ പോലെയുള്ള ആ കൈകൾ കൊണ്ടാണ് പിടിച്ചു വലിക്കുന്നത്. ചക്രേണ ത്വം നക്രവര്യം വ്യദാരീഹി, ആന പിടിച്ചു വലിച്ചാൽ ആനയെ വിടുവോ? കാലയിൽ ആരാണ് പിടിച്ചിരിക്കുന്നത്? ഗന്ധർവൻ പിടിച്ചിരിക്കുകയല്ലേ. ഹൂഹു എന്ന ഗന്ധർവൻ മുതലയായിട്ട് അവിടെയുണ്ട്. ആ ഗന്ധർവൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ പിടിച്ചു വലിച്ചപ്പം മുതല കടിവിടുന്നില്ല. അപ്പോഴും വേഗം എന്ത് ചെയ്തു? ചക്രേണ ത്വം, അവിടുന്ന് തൻ്റെ ചക്രം കൊണ്ട്, കയ്യിലുള്ള സുദർശന ചക്രം കൊണ്ട് നക്രവര്യം വെദാരീഹി, ആ ചക്രം വെച്ചൊരേറെ വെച്ചു കൊടുത്തു മുതലയുടെ കഴുത്തിന് നേരെ. ആ വെദാരീഹി എന്ന് പറഞ്ഞാൽ കഴുത്ത് പിളർന്ന് ചക്രം അങ്ങനെ അങ്ങ് പോവുകയാണ്. ഉടനെ അസ്മിൻ ഗന്ധർവേ മുക്തശാപേ, ഗന്ധർവേസ്മിൻ അസ്മിൻ ഗന്ധർവേ മുക്തശാപേ സഹസ്തി. ഇവിടെ ആർക്കാണ് മോചനം കിട്ടിയത്, മുക്തനായത്? ചക്രം കൊണ്ട് മുതലയുടെ കഴുത്ത് പിളർന്നപ്പോൾ മുതലയ്ക്കും മോക്ഷം കിട്ടി. അതുപോലെ തന്നെ ഈ ഹസ്തീന്ദ്രനും മോക്ഷം കിട്ടി. ഇന്ദ്രദ്യുമ്ന രാജാവ് വീണ്ടും പഴയ രൂപത്തിലാകുന്നു. അതുപോലെ തന്നെ ഈ ഗന്ധർവനും ശാപമോക്ഷം ലഭിക്കുകയാണ്. ശാപമോക്ഷം ലഭിച്ചു എന്ന് മാത്രമല്ല, മുക്തശാപേ, ശാപത്തിൽ നിന്ന് മുക്തനായിട്ട് സ ഹസ്തി, ആ ആനയും എന്തായി? ത്വൽ സാരൂപ്യം, ത്വൽ അവിടുത്തെ രൂപം പ്രാപിച്ചു, അവിടുത്തെ രൂപത്തോട് കൂടി തീർന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ രൂപം എന്താണ്? ഭഗവാന്റെ ആ തൽ സ്വരൂപമായി തീർന്നു ഭഗവാനാണ്. അതാണ് മോക്ഷം 4 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. സായുജ്യം, സാരൂപ്യം, സാലോക്യം, സാരൂപ്യം, സാലോക്യം, സാമീപ്യം, സായുജ്യം. അപ്പോൾ അടുത്തിരിക്കാനുള്ളതാണ് സാമീപ്യം. ഇവിടെ സാലോക്യം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെ സാരൂപ്യമാണ്, രൂപമാണ് ഒരുപോലെ ആയത്. ഭഗവാന്റെ അതേ രൂപത്തിലായി തീർന്നു ഈ ഹസ്തീന്ദ്രനും. അത് ആനയും അതുപോലെ തന്നെ ഗന്ധർവനും മോക്ഷം കിട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ്. മോക്ഷം കിട്ടി, ഭഗവാന്റെ രൂപത്തെ പ്രാപിച്ച് അങ്ങനെ മുക്തനായി തീർന്നു. ഭഗവാന്റെ രൂപത്തിലേക്ക് വന്നപ്പോൾ എന്തായി? ദേദീപ്യതേ സ്മ. ദേദീപ്യത എന്ന് പറഞ്ഞാൽ അത്യുജ്വലമായി ശോഭിച്ചു. ഭഗവാന്റെ ആ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച 4 കൈകളോടുകൂടി ആ രൂപത്തോടുകൂടി ഭഗവാനെ പോലെ ശോഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ
ത്വം ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവർയം വ്യദാരീः ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വൽസാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സ്വയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്ത്വൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. ഏതത് വൃത്തം ത്വാം ച മാം ച യഹ പ്രഗേ ഗായേത് സഹ അയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇതി ഏനം ഉക്ത്വാ തേന സാർദ്ധം ധിഷ്ണ്യം ഗതഃ ത്വം ഹേ വാതാലയേശ വിഷ്ണോ മാം പാഹി. ഇവിടെ ശ്രീ മേൽപ്പത്തൂര് എന്നെയും രക്ഷിക്കണേ. മാം പാഹി വാതാലയേശ ധിഷ്ണ്യം വിഷ്ണു. അല്ലയോ സാക്ഷാൽ ഗുരുവായൂരപ്പ, ഭഗവാനെ മഹാവിഷ്ണുവായ ഗുരുവായൂരപ്പ, അടിയനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ഗുരുവായൂരപ്പനോടാണ്, എന്ത് പറഞ്ഞിട്ടാണ് രക്ഷിക്കാൻ പറഞ്ഞത്? ഏതത് വൃത്തം, ഈ കഥ, ഈ ഗജേന്ദ്ര സ്തുതിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കഥ ത്വാം ച മാം, ഇവിടെ ഗജേന്ദ്രനോട് പറയുന്നതാണ്. ഗജേന്ദ്രൻ സ്തുതിച്ച ഈ സ്തുതിയെ എന്നെയും നിന്നെയും അതുപോലെ തന്നെ ഏതൊരാൾ പ്രഗേ ഗായേത്, പ്രഭാതത്തിൽ പ്രകീർത്തിക്കുന്നു, ഗായേത് എന്നുദ്ദേശിക്കുന്ന പാടുന്നുവോ, സഹായം ആ പാടുന്നവൻ, ഭൂയസേ ശ്രേയസേ. ഭൂയസേ ശ്രേയസേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കീർത്തിയോടുകൂടിയവനായി ഭവിക്കുമെന്നാണ്. സ്യാദിതി ഏന മുക്ത്വ, ഇപ്രകാരം അരുളി ചെയ്തു അവനോട്. എന്നിട്ടോ തേന സാർദ്ധം ധിഷ്ണ്യം ഗതഃ, അവനെ ആ ഭഗവത് സാരൂപ്യത്തിലിരിക്കുന്ന ആ ഗജേന്ദ്രനെ അവിടുത്തെ കൂടെ കൊണ്ടുപോയി. ഗതഃ പോയി, തേന സാർദ്ധം അവിടുത്തെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ധിഷ്ണ്യം വിഷ്ണു, എവിടെയാണ് കൊണ്ടുപോയത്? ആ സാർദ്ധം ധിഷ്ണ്യം വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ താമസസ്ഥലം എവിടെയാണ്? സ്വസ്ഥാനത്തേക്ക് കൊണ്ടുപോയി, വൈകുണ്ഠത്തിലേക്ക്. ആ പോയ വഴിക്ക് അങ്ങനെ തൻ്റെ ഭക്തന്മാരെ കഷ്ടപ്പാടുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിച്ചിട്ട്, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ക്ലേശവും എല്ലാം ഒന്ന് തന്നെയാണ്, ആ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ഉദ്ധരിച്ച് തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനും അനുഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഗജേന്ദ്രന് ക്ലേശങ്ങളെ കൊടുത്തത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗജേന്ദ്രൻ പരമഭക്തനായിരുന്നു. അപ്പം നമുക്കും എന്ത് വേണം? ആ പരമഭക്തി തന്നെയാണ്, അവിടുത്തെ തൃപ്പാദങ്ങളിലുള്ള ഭക്തി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തന്നെയാണ് ശ്രീ മേൽപ്പത്തൂർ നമ്മളോട് ഈ ശ്ലോകം വഴി പറയുന്നത്. ഏതദ് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സ്വയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്ത്വൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണു പാഹി വാതാലയേശ. കൃഷ്ണ ഗുരുവായൂരപ്പ. ശ്രീനാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ ശ്രീ പാഹി മാം പാഹി.